ഇനി നമ്മുടെ അധ്യായത്തിലേക്ക് വരാം. ഇതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ തലക്കെട്ട് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പേരെന്താ, തലക്കെട്ടിൻ്റെ പേരെന്താ? ബിരിയാണി എന്നാണ് അല്ലേ. ബിരിയാണി എല്ലാവർക്കും ഏറെക്കുറെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. പൊതുവേ മലയാളികൾക്ക് ബിരിയാണി ഇല്ലാതെ പറ്റാത്ത അവസ്ഥ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എന്നാണ് ഈ കഥയുടെ പേര്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ആ ഭക്ഷണത്തിനോടുള്ള അതിനുള്ള ആർത്തിയും അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ കുറേ വ്യഗ്രതകളും അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടവും ഇതൊക്കെ എന്താണ് ഈ ഒരു ടൈറ്റിൽ, ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. വളരെയധികം ആഗ്രഹിച്ച് ആശിച്ച് കാത്തിരുന്നൊക്കെ നല്ല ബിരിയാണി കിട്ടുക അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്, വെറൈറ്റി ഫുഡിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്ന ആ നിമിഷങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ വിശപ്പിന് മുൻപിൽ ഒരു കുറച്ച് കഞ്ഞിയും പയറും കിട്ടുകയാണെങ്കിലും നമ്മുടെ വിശപ്പ് മാറും. പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആ നിമിഷങ്ങളുണ്ടാവും. ഇതാണ് ഭക്ഷണത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി എന്ന് പറയുന്നത്. അത് നമുക്ക് അളക്കാൻ പറ്റാത്തതിലും അധികമാണ്. വിശന്നിരിക്കുമ്പോഴാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ബിരിയാണിയാണ് ഇവിടെ നമ്മുടെ കഥയിലെ താരമായിട്ട് വരുന്നത്. അതായത് വിശപ്പിന് മുൻപിൽ ഒരു വെല്ലുവിളിയായിട്ട് വന്ന് നിൽക്കുന്നത് എന്താണ്? ബിരിയാണി എന്നുള്ള ഒരു തലക്കെട്ടിലൂടെയാണ് ഈ കഥാഭാഗിനി മുന്നോട്ട് സഞ്ചരിക്കാൻ പോകുന്നത്. ഇനി ഈ കഥയുടെ ആശയം മറ്റൊരു തലത്തിലേക്കും കൂടെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പേരും കൂടുതൽ പേരും എന്താണ് ഭക്ഷണങ്ങൾ ആവശ്യത്തിലധികം വാങ്ങിക്കുകയും അത് വളരെയധികം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുന്ന ഒരു പ്രവണത കൂടെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം വേസ്റ്റായി കളയുക, തള്ളിക്കളയുക, അങ്ങനെ ഒരു സ്വഭാവം കൂടി പൊതുവേ ആളുകൾക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ നല്ല പൈസയുള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ പോലും ബാക്കി വരുന്ന ഭക്ഷണം കുഴികുത്തി മൂടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഭക്ഷണമൊക്കെ അവിടെ കിടക്കുകയാണ്. അത് മറ്റൊരാൾക്ക് ഒരു ജീവിക്ക് പോലും ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ അതിനെ സംസ്കരിക്കുക, ആ ഒരു പ്രവണത നമ്മുടെ മനുഷ്യർക്കിടയിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭക്ഷണം നമ്മൾ വേസ്റ്റാക്കി കളയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു നേരത്തെ അന്നം കിട്ടാതെ മരിക്കുന്ന എത്രയോ പട്ടിണി പാവങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എന്താണ്, ഒരു നേരത്തെ അന്നം പോലും ലഭിക്കാതെ പിടഞ്ഞു മരിക്കുന്ന പട്ടിണി പാവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റായിട്ട് ഉപേക്ഷിച്ച് കളയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ, ഇപ്പോൾ ഭക്ഷണം ചോറൊക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്, പണിയെടുക്കുന്ന വ്യക്തികളുണ്ട്. നമ്മൾ അവരുടെ അധ്വാനത്തെ ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. മാത്രമല്ല ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ കിടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഒന്നും ചിന്തിക്കാതെ നമ്മൾക്ക് പൈസയുണ്ട് അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ ഭക്ഷണം നമുക്ക് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നടക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇന്ന് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയെ കൂടി ഉണർത്താനും ഉള്ള ഒരു പ്രധാനപ്പെട്ട കഥയായിട്ട് ബിരിയാണി എന്നുള്ള കഥ കടന്നു വരുന്നു. അപ്പോൾ സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഈ കഥയിലെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്. ഇത് കാസർഗോഡ് നടക്കുന്ന ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു വലിയൊരു ആഘോഷങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഭക്ഷണം ബാക്കി വന്നു. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല അടിപൊളി ബിരിയാണിയാണ് ബാക്കി വന്നിരിക്കുന്നത്. നല്ല ബസുമതി അരിയുടെ ബിരിയാണിയാണ് ബാക്കി വന്നത്. അപ്പോൾ ഈ ബാക്കി വന്ന ഭക്ഷണത്തിനെ കുഴിച്ചു മൂടാനായിട്ട് ഒരു ബീഹാരി അല്ലെങ്കിൽ ബംഗാളി, നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞ ബംഗാളിയെ വിളിക്കുന്നു. ഗോപാൽ യാദവ് എന്ന് പറയുന്നൊരു ബംഗാളി വരുന്നു. അങ്ങനെ ഒരു വലിയൊരു കുഴി കുത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് അറിയുന്നില്ല എന്തിനാണ് ഈ കുഴി കുത്തുന്നതെന്ന്. അപ്പോഴാണ് നല്ലൊരു മണം വരുന്നത് അവിടേക്ക്. അവിടെ മൊത്തം ഒരു നല്ല ബിരിയാണിയുടെ മണം വരുന്നു. അപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് നോക്കുമ്പോൾ ബിരിയാണിയാണ്. അത്രയും ബാക്കി വന്ന ആ ബിരിയാണി മുഴുവനും ഈ കുഴിയിലിട്ട് മൂടാനാണ് അവരുടെയൊക്കെ തീരുമാനം. അപ്പോൾ ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കുഴി വെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ കുഴിയിലേക്ക് ഈ ബാക്കി വന്ന ഭക്ഷണമൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് അതിനെ ചവിട്ടി താഴ്ത്താനാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഭക്ഷണം ബാക്കി വന്നിരിക്കുന്നു, അതിനൊക്കെ കുഴി വെട്ടി അതിലിട്ട് ചവിട്ടി താഴ്ത്താനാണ് പറയുന്നത്, അവിടെയുള്ള വലിയ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്താൻ പറ്റുന്നില്ല. അദ്ദേഹം മനസ്സുകൊണ്ട് ഒരുപാട് വിതുമ്പുന്നു, ഒരുപാട് സങ്കടപ്പെടുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ
അയാൾ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പേര്, അല്ലെങ്കിൽ എവിടെയാണ് നിൻ്റെ വീട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ബീഹാറിലാണ് എൻ്റെ വീട്. അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി ആയിട്ട് പറയുന്നു, ഭാര്യ, ഒരു മോളുണ്ട് എന്ന് പറയുന്നു.